നമുക്കൊരു അടിപൊളി അൽഫാം ഉണ്ടാക്കിയാലോ. അതിന് നമുക്കൊരു 2-2.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് അത് ഇതുപോലെ അടിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് ചുറ്റും കുത്തി കുത്തി കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ മസാല ഒക്കെ നല്ലപോലെ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ആദ്യം ഒരു ബ്ലെൻഡർ എടുക്കുക, അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം സുർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കുക. ഈ അരപ്പ് നേരത്തെ കഴുകി വെച്ച ചിക്കനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ മസാല തേച്ച ചിക്കൻ നമുക്കൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. ഒരു സൈഡായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് മറിച്ച് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു സോസ് തയ്യാറാക്കുക. ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സോസ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ സുറുക്ക് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ അപ്പോഴത്തേനും വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതൊറ്റ തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു മോഡലിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ കരിഞ്ഞ പോലെ തോന്നിയാലും കറക്റ്റ് വേവാട്ടത് കണ്ടില്ലേ പൊട്ടിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.